വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇത് അടിപൊളിയാണ്. ഇത് ഭയങ്കര കിടു ബൈ ആയിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഏകദേശം ഒരു 1 year ആയി നമ്മുടെ സ്മിറ്റ് ആൻഡ് ഹോൾ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഒന്ന് ചെയ്യാമെന്ന്. കാരണം ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഡീൽ അല്ലെങ്കിൽ നല്ല കുറച്ച് ഓഫേഴ്സ് കിടക്കുന്നു ഗൈസ്. അത് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതും അതേപോലെ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് തോന്നുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര അഫോർഡബിൾ ആണ്. നമുക്ക് സാമ്പിൾ പാക്ക് പോലെയാണ് അതിന് കിട്ടുക. പക്ഷെ അത് നമ്മൾ ക്വാണ്ടിറ്റി ഒക്കെ നോക്കിയിട്ട് ഒന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ചാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ once again welcome to Smith and unboxing video. അപ്പോൾ എൻ്റെ കയ്യിൽ പാക്ക് ഉണ്ട്, അതേപോലെ സീസേഴ്സ് ഉണ്ട്. ഞാനും എക്സൈറ്റഡ് ആണ്. നിങ്ങളുടെ പോലെ ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. കാരണം നമ്മൾ ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിക്കാം കേട്ടോ. നമുക്ക് ഐറ്റം പൊട്ടിക്കാം. ഇത് തുറക്കുവാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എടുത്ത് മാറ്റാം. നല്ല സേഫ് ആയിട്ടാണ് ഇതിൽ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് 6 ട്രയൽ പോയിന്റ്സ് ആണ് ഉണ്ടായിരിക്കും ഈ സ്മിറ്റ് ആൻഡ് ആപ്പ് തുറക്കുമ്പോൾ. ഈ 6 ട്രയൽ പോയിന്റ്സ് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ചില പ്രോഡക്ട്സ് 5 പോയിന്റ്സ് ആയിരിക്കും, 5 ട്രയൽ പോയിന്റ്സ് ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് 6 ട്രയൽ പോയിന്റ്സിൽ 2 പിന്നെ ഒരെണ്ണം 1 പോയിന്റ് ആണെങ്കിൽ നമുക്ക് 5ഉം ഒന്നായിട്ട് 2 എണ്ണമൊക്കെ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിൽ കൂടുതൽ സെലക്ട് ചെയ്തത് 1 പോയിന്റ് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് 6 എണ്ണം എടുക്കാമല്ലോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എനിക്കിതിൽ ഫ്രീ ബി പറഞ്ഞിട്ട് 2 ഐറ്റം കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു. മുന്നേ കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഇതാണ്. എനിക്കൊരു പൗച്ചായിരുന്നു കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ 1 yearന്റെ മേലെ ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, അത് അടിപൊളിയാണ്. അപ്പം ആ പൗച്ചാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്രാവശ്യം ആ പൗച്ചിന് പകരം 2 ഐറ്റംസ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതിപ്പോൾ ഒരുപാടുള്ളതുകൊണ്ട് ഏതൊക്കെയാണ് ഞാൻ ഫ്രീ ബി പോലെ എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 2 എണ്ണം ഞാൻ ഫ്രീ ബി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ ഞാൻ എല്ലാം കൂടെ കാർട്ടിലിട്ടപ്പോൾ എനിക്ക് 2 rupeesനായിട്ട് ഇതേപോലെ ട്രയൽ അല്ല ഇതുപോലെ സാമ്പിൾ പാക്കറ്റ് 2 രൂപയ്ക്ക് അങ്ങനെയായിട്ട് കിടക്കുന്ന കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു 2 രൂപ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. 2 രൂപയല്ലേ വിചാരിച്ചാൽ അതിന്നൊരു 2 എണ്ണം എന്തോ ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ടോട്ടൽ നമ്മുടെ കയ്യിൽ ഇപ്പം 1 2 3 4 5 6 7 8 9 ഐറ്റംസ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ കയ്യിൽ വന്നത് ഇതാണ് കേട്ടോ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടൊരു പിങ്ക് കളറിലൊക്കെ കിടക്കുന്നുണ്ട്. ഇത് സംഭവം വേറൊന്നും അല്ല, നമ്മുടെ ഷവർ ക്യാപ്പ് ഇല്ലേ അതാണ് കേട്ടോ. അപ്പം തല നനയാതെ വെള്ളം നമുക്ക് മേൽ എഴുതാനോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടുന്നവർക്ക് യൂസ് ചെയ്യാം. സ്വിമ്മിംഗ് പൂളിലൊന്നും പറ്റില്ല കേട്ടോ. ഇതിങ്ങനെയല്ല, തല മുടി മുഴുവൻ ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കുമ്പോഴൊക്കെ മുടി നനയ്ക്കേണ്ട, മേലൊഴിക്കാൻ മതിയെങ്കിൽ നമുക്ക് ഷവർ ക്യാപ്പ് യൂസ് ചെയ്യാം. എനിക്ക് ഈ ലെതറിൻ്റെ അതേപോലെ എന്തൊക്കെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു സ്മെല്ല്, എനിക്ക് നല്ല ഇഷ്ടമായി സ്മെല്ല്. ഞാൻ ഇതിന് അപ്പം നമുക്ക് സമയം കളയണ്ട. അപ്പം ഇതാണ് ആദ്യത്തെ ഐറ്റം. നമുക്ക് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോവാം. ഇത് പറയുന്നത് സോൾഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. വൈറ്റമിൻ C 0.5% ഗ്രീൻ ടീ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് ഇത്. നമുക്കൊരു എത്ര ദിവസം യൂസ് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്? ഓക്കെ, നമുക്കൊരു 10-15 ദിവസമൊക്കെ യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഓക്കെ, കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ എടുത്തില്ലെങ്കിൽ ആയതല്ലോ. അപ്പം നമുക്കൊരു അത്യാവശ്യം ഇതിൽ എത്ര ml? ഇത് 20 ml പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഫോം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലോങ് റണ്ണിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇല്ല ഭയങ്കര മൈൽഡായിട്ടാണോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് രണ്ടാമത്തെ ഐറ്റം. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് 3rd one ആണ്. ഡോട്ട് ആൻഡ് കീയുടെ സ്കിൻ കെയർ
സ്കിൻ കെയറിന്റെ ടോണർ ആണ് കേട്ടോ. വാട്ടർമെലൺ സൂപ്പർ ഗ്ലോ പോർ ടൈറ്റനിങ് ടോണർ. ഇത് നല്ല ക്വാണ്ടിറ്റി 20 ml പ്രോഡക്റ്റ് ആണിത്. ഇതിന് ഇവരിതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് 99 ആണ്. പക്ഷെ നമുക്കിത് 1 ട്രയൽ പോയിന്റ് വെച്ചിട്ട് എടുക്കാമല്ലോ. അപ്പൊ അങ്ങനെയാണ് എടുത്തത്. ഡോട്ട് ആൻഡ് കീയുടെ ടോണർ നമ്മുടെ പോർസ് ഒക്കെ ടൈറ്റ് ആക്കാൻ പറ്റും എന്ന് പറയുന്നത്. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ റിവ്യൂ എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂ. അപ്പം ഇതും അത്യാവശ്യം ഒരു ദിവസമൊക്കെ നമുക്ക് കൊണ്ടുപോവാം കേട്ടോ. അപ്പം ഇതാണ് തേർഡ് വൺ. നമ്മുടെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് സെറ്റഫിലിന്റെ സ്കിൻ ക്ലെൻസർ ആണ് കേട്ടോ. ഇത് 25 ml പ്രോഡക്റ്റ് ആണ്. സെറ്റഫിലിന്റെ ക്ലെൻസർ. ഇത് ഡ്രൈ ടു നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ഹൈഡ്രേറ്റ്സ് ആസിഡ് ക്ലെൻസസ് ടു സൂത്ത്. ഓക്കെ, ഇത് ഹൈഡ്രേറ്റ് ചെയ്യും. അങ്ങനെ ജെന്റിൽ സ്കിൻ ക്ലെൻസർ ആണ്. ഇത് 25 ml ആണ്. ഞാൻ സെറ്റഫിലിന്റെ കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പ്രൈസ് ഒരിത്തിരി ആണ്. അപ്പോൾ സെറ്റഫിലിന്റെ ക്ലെൻസർ ആണ് ഞാൻ വാങ്ങിച്ചത്. ആക്ച്വലി മോയ്സ്ചറൈസർ ആണ് സെറ്റഫിലിന്റെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അത് വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ലതാണ്, ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് വാങ്ങിച്ചിട്ട് ഓക്കെ അടിപൊളി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ അതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. കാരണം നമുക്ക് നല്ലതായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ പൈസ കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് അപ്പം ഞാൻ ഈ ക്ലെൻസർ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ എത്രാമത്തെ ഐറ്റമാണ്? 4th ഐറ്റം. ആൻഡ് അടുത്തത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നോക്കി വാങ്ങിച്ചൊരു സംഭവമാണ്. അതെന്താന്ന് വെച്ചാൽ, അയ്യോ ഇതല്ല, സോറി ഇതല്ല, ഞാൻ നോക്കിയൊരു സാധനം വേറെ കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ റെറ്റിനോൾ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ റെറ്റിനോൾ പ്ലസ് സെറമൈഡ് നൈറ്റ് റിപ്പയർ ക്രീമാണ്. നൈറ്റ് ക്രീമാണ് കേട്ടോ ഡോട്ട് ആൻഡ് കീയുടെ. ഒരു കുഞ്ഞി ക്യാപ്പായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ്. നല്ല സ്മെല്ല് എന്താവോ ഇവിടോ. എനിക്കൊരു നോർമൽ നമ്മുടെ പോൺസ് നിവ്യയുടെ ഒക്കെ ക്രീം ഇല്ലേ, അതിൻ്റെ ഒരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് അതാണ്. ഇതിന് അങ്ങനത്തെ ഫ്ലേവർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇത് നൈറ്റ് ക്രീം ആണ്. ഇതും ഇതേപോലെ 15 ml പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് 15 ml നൈറ്റ് ക്രീം ആണ്. ആൻഡ് അടുത്ത പ്രോഡക്റ്റ് പറയുന്നത് ഈ ഒരു കുഞ്ഞ ഐറ്റം ആണ്. ഇത് ഭയങ്കര ചെറുതാണ്. ഇത് അനോറിന്റെ ചോക്കോ കാരമൽ ലിപ് സ്ക്രബ് ആണ് കേട്ടോ. ലിപ് സ്ക്രബ്. അയ്യോ ഇത് ഭയങ്കര കഴിക്കാൻ തോന്നുന്ന ഒരു കോഫി ചോക്ലേറ്റ് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്മെല്ല്. അത് കൊള്ളാം. ഇത് നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ കഴിക്കാൻ തോന്നുന്നു. ഇവിടുത്തെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് കണ്ടു. ഇതിന് ഇത്രയേ ഉള്ളൂ ഗൈസ്, നോക്കിയേ. ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് കുറച്ച് മതി. ലിപ് സ്ക്രബ് അല്ലേ, നമുക്ക് ഇത്തിരി എടുത്തിട്ട് ഇങ്ങനെ നാക്കിയാൽ മതി. അപ്പം ഇതും അത്യാവശ്യം നാളെ ഓടിക്കാനുള്ള ഒരു ഐറ്റം ഉണ്ട്. ഇതാണ് എത്രാമത്തെ പ്രോഡക്റ്റ് എന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. നെക്സ്റ്റ് വൺ പറയുന്നത് ഈ പ്ലമ്മിന്റെ ഗ്രീൻ ടീ ക്ലിയർ ഫേസ് മാസ്ക് ആണ്. ഗ്രീൻ ടീ ക്ലിയർ ഫേസ് മാസ്ക്. ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ഇതിന്റെ ക്വാണ്ടിറ്റി പറയുന്നത് 25 gram ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പൊട്ടിച്ച് നോക്കിയിട്ട് നോക്കട്ടെ. ഇത് മാക്സിമം പോയ ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ നല്ലതാണെങ്കിൽ എടുക്കാം. അതാ പറഞ്ഞത്, നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹൈ എൻഡ് ബ്രാൻഡ്സിന്റെ ഒക്കെ പ്രോഡക്ട്സ് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കിട്ടുന്നത്. എനിക്ക് എല്ലാം കൂടെ അതിന്റെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതാണ് പ്ലമ്മിന്റെ ഫേസ് മാസ്ക് പറയുന്നത്. ഇതും എങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്തിട്ട് വേണം അറിയാൻ വേണ്ടിയിട്ട്. അടുത്ത പ്രോഡക്റ്റ് പറയുന്നത് ഈ ആയുർവേദയുടെ ഇതൊരു പെർഫ്യൂം ആണ് കേട്ടോ. പെർഫ്യൂം ആണെന്ന് തോന്നുന്നു. അതെ, പെർഫ്യൂം. നമ്മുടെ കുഞ്ഞ് പെർഫ്യൂം. ഞാൻ മുന്നത്തെ ഹോൾ വീഡിയോയിലും ഇതുപോലൊരു പെർഫ്യൂം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് സീക്രട്ട് ടെംപ്റ്റേഷന്റെ ആണെന്ന് തോന്നുന്നു. ഇത് ആയുർവേദ. ഇത് ഞാൻ അറിഞ്ഞുകൂടാ, പക്ഷെ സ്മെല്ല് എങ്ങനെയാണ് നോക്കട്ടെ. നല്ല സ്മെല്ലാ. കൊള്ളാം. അത്യാവശ്യം
നല്ല സ്മെല്ലാണ്. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഭയങ്കര മൈൽഡ് ആണോ ചോദിച്ചാൽ മൈൽഡ് അല്ല, എന്നാൽ ഭയങ്കര കുത്തണ സ്മെല്ലാണോ ചോദിച്ചാൽ കുത്തണ സ്മെല്ലും അല്ല. എൻ്റെ ഒരു ഇടയിൽ കൂടെ പോകുന്ന ഒരു ടൈപ്പ് സ്മെല്ല് അതാണിത്. ഇത് എത്ര ml? ഇത് 8 ml ആണ് കേട്ടോ. അപ്പൊ കുറച്ച് പിശുക്കി നമ്മുടെ മറ്റെന്തോ പോയിന്റ്സ് ഉണ്ടല്ലോ അവിടെ ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് വാങ്ങിച്ചാൽ കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രൈ ചെയ്യാം. അപ്പം ആൻഡ് ഫൈനലി ഇതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ, ഞാനിങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ മേടിക്കണം നോക്കി നടന്നിട്ടുള്ള പ്രോഡക്റ്റ്. ഇത് നമുക്ക് എന്താ പറയുക, നോർമലായിട്ട് ബൈ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരും. നല്ല റേറ്റ് പറഞ്ഞാൽ ഒരുപാടല്ല, പക്ഷെ എനിക്ക് ഇതിനു വേണ്ടി ഇങ്ങനെ പൈസ കൊടുക്കാൻ വളരെ ഇത്തിരി പിശിക്കാണ്, അതുകൊണ്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ ട്രൈ പോയിന്റ് നമുക്ക് സ്മിറ്റിൽ നിന്ന് കിട്ടുമ്പോൾ എങ്ങനെ നമ്മൾ വേറെ പൈസ കൊടുത്ത് വാങ്ങിക്കണം അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു നോക്കാം. അങ്ങനെ ആദ്യം നോക്കുമ്പോൾ അതിൻ്റെ എനിക്ക് പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയി, അതിന് കറക്റ്റായിട്ട് എനിക്ക് കാൽക്കുലേറ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഇത് സ്കിപ്പ് ചെയ്തു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും വാങ്ങിച്ചു. ഇത് ബ്ലഷ് എന്തിൻ്റെ ആണ്, ബ്ലഷ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ബ്ലഷ് ആണ് കേട്ടോ. ഇത് ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ ആണ്. ഇത് എങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബ്ലഷ് എടുത്ത് ഗൈസ്, ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ പറയട്ടെ, ഇത് കുറെ കാലം നമുക്ക് യൂസ് ചെയ്യാം. കാരണം ബ്ലഷ് പറയുന്നത് ഒരുപാട് വാരിക്കൂരി തേക്കണ്ടല്ലോ, ഇത് ഇത്രയും ക്വാണ്ടിറ്റിയും കിടക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു അടിപൊളി ബൈ ആയിപ്പോയിട്ടോ. ഇതിന് എത്ര ഗ്രാം ആണെന്നൊക്കെ ചോദിച്ചാൽ 5 ഗ്രാമിന്റെ പ്രോഡക്റ്റ് ആണ്. പക്ഷെ നമുക്കിത് കുറച്ച് മതിയല്ലോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് നന്നായിട്ട് ചേരണ ഒരു കളർ പോലെ. ലിപ്പ് ആൻഡ് ചീറ്റിൻ്റെ ആണ്. എനിക്ക് ലിപ്പിലിടാൻ അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു സ്കിൻ ടോണിന്. മിക്സ് ചെയ്തിട്ടൊക്കെ ഇടാൻ പറ്റുമായിരിക്കും. പക്ഷെ ബ്ലഷ് ആയിട്ട് വേറൊന്നും പറയാനില്ല, പൊളി ഇല്ല. നമ്മൾ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇത് ഭയങ്കര ഒരു കിടു ബൈ ആയിപ്പോയി. ഇത്രയും ഞാൻ നല്ല പ്രോഡക്റ്റ്സാണ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് എല്ലാത്തിലും. ഞാൻ അതിൻ്റെ പ്രൈസ് പറയാം. എനിക്ക് എല്ലാം കൂടെ ആയിട്ടുള്ള എമൗണ്ട് പറഞ്ഞത് 237 റുപ്പീസാണ് ഇത്രയും പ്രോഡക്റ്റിന്. നിങ്ങൾക്കറിയാം, ഇതിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴേ അത്യാവശ്യം നല്ല, നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെയായിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് വരും. ഈ 237 ഇതിൽ ഒരെണ്ണം മാക്സിമം പോയി 2 എണ്ണം ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് എനിക്ക് കിട്ടുമായിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത്രയും പ്രോഡക്ട്സ് 237 ലാഭമല്ലേ? അതാണ് എനിക്കറിയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ ഹോൾ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ അപ്പുറത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് അപ്പുറത്തുള്ള മണിയും കൂടെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. ബൈ.